ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ചാപ്റ്റർ 6 ആണ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 5 കുറേ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ കാണാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, പാരാമെട്രിക് ഫംഗ്ഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ അറിയാം. പിന്നെ നമ്മൾ പഠിക്കാൻ പോണത് ഈ ഡെറിവേറ്റീവ്സ് ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യണത്, ഇതിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻസ് എന്താണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു 5 അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കാം, ദറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, y ഈക്വൽസ് എഫ് ഓഫ് എക്സ്. ഇവിടെ y എന്ന് പറഞ്ഞ വേരിയബിൾ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലേ? y ഡിപ്പെൻഡ് ചെയ്യണത് ഈ എക്സിനെയാണ്. അപ്പോൾ y ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പം അതിന് നമ്മൾ dy ബൈ ഡി എക്സ് എന്നാണ് എഴുതുക. dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഈക്വൽസ് എക്സ് പ്ലസ് 2. ഇവിടെ നിങ്ങൾ എക്സിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂസും ചേഞ്ച് ആവും. ഇപ്പോൾ എക്സിന് ഇപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ y എന്ത് കിട്ടും? 1 പ്ലസ് 2 ദറ്റ് ഈസ് ഈക്വൽ ടു 3. ഇപ്പോൾ എക്സിന് ഇപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ y എന്ത് കിട്ടും? 2 പ്ലസ് 2 ദറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി എക്സിന് ഇപ്പോൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ y എന്ത് കിട്ടും? 3 പ്ലസ് 2 ദറ്റ് ഈസ് ഈക്വൽ ടു 5. ഇപ്പോൾ എക്സ് ചേഞ്ച് ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂസും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യണത്. ഇവിടെ ഈ y എന്ന് പറഞ്ഞ ഈ വേരിയബിൾ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയ കാരണം നമ്മളിവിടെ dy ബൈ ഡി എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ dy ബൈ ഡി എക്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇപ്പോൾ dy ബൈ ഡി എക്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഇവിടെ എക്സ് ഇപ്പോൾ ഇൻക്രീസ് ആണ് ആവണത് അല്ലേ? 1 2 3 അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇപ്പം ഇൻക്രീസ് ആയിട്ടാണ് എക്സ് പോണത്. എക്സ് ഇവിടെ ഇൻക്രീസ് ആവാണ്. ഇപ്പം എക്സ് ഇൻക്രീസ് ആകുമ്പോൾ ഇവിടെ വൈയും എന്താവാണ്? ഇൻക്രീസ് ആവാണ്. ഇവിടെ നോക്കിയേ 3 4 5 അങ്ങനെ വൈയും ഇൻക്രീസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ കേസിൽ നമ്മുടെ dy ബൈ ഡി എക്സ് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ്. ഇപ്പം എക്സ് ഇൻക്രീസ് ആകുമ്പോൾ വൈയും ഇൻക്രീസ് ആവുകയാണെങ്കിൽ dy ബൈ ഡി എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനിയിപ്പോൾ എക്സ് ഇൻക്രീസ് ആകുമ്പോൾ y ഡിക്രീസ് ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ dy ബൈ ഡി എക്സ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഈക്വൽസ് മൈനസ് എക്സ് പ്ലസ് 2. അപ്പോൾ നമുക്കിവിടെ എക്സിന് ഇൻക്രീസിങ് വാല്യൂസ് കൊടുക്കാം, 1 2 3 എന്ന് കൊടുക്കാം. അപ്പോൾ വൈന് എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് 1 ആകുമ്പോൾ y എന്താണ്? മൈനസ് 1 പ്ലസ് 2 ദറ്റ്സ് ഈക്വൽ ടു 1. എക്സ് 2 ആകുമ്പോൾ y എന്താണ്? മൈനസ് 2 പ്ലസ് 2 ദറ്റ്സ് ഈക്വൽ ടു 0. ഇനി എക്സ് 3 ആകുമ്പോൾ y എന്താണ്? മൈനസ് 3 പ്ലസ് 2 ദറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ഇൻക്രീസ് ആകുമ്പോൾ y ഇവിടെ ഡിക്രീസ് ആയിട്ടാണ് വരുന്നത്. 1 0 മൈനസ് 1 ഇതൊക്കെ എന്താണ്? ചെറുതായിട്ടാണ് വരുന്നത് അല്ലേ? അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ dy ബൈ ഡി എക്സ് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പം ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഇവിടെ നമുക്ക് 2 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, എക്സ് ഈക്വൽസ് എഫ് ഓഫ് ടി ആൻഡ് y ഈക്വൽസ് ജി ഓഫ് ടി. ഇവിടെ ഈ എക്സും വൈയും ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് അല്ലേ? അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇയാളുടെ കേസ് എങ്ങനെ എഴുതാം? എക്സ് ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പം അതിന് നമ്മൾ എങ്ങനെ എഴുതും? ഡി എക്സ് ബൈ ഡി ടി. ഇനി വൈയുടെ കേസ് നോക്കാൻ വെച്ചാലോ, വൈ ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പം അതിന് നമ്മൾ dy ബൈ ഡി ടി എന്നാണ് എഴുതുക. അപ്പം അങ്ങനെയാണെങ്കിൽ dy ബൈ ഡി എക്സ് എന്താണ്? അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളിവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് പാരാമെട്രിക് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? dy ബൈ ഡി എക്സ് എങ്ങനെ കാണാം?
ഇവിടെ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? dy ബൈ ഡി ടി കാണും. ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കേസ് നോക്കുക, എക്സ് ചേഞ്ച് ആവുന്നതും വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതും. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? dy ബൈ ഡി ടി ഇൻ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പം എന്ത് കിട്ടും? ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡി ടി ക്യാൻസലായിട്ട് നമുക്ക് dy ബൈ ഡി എക്സ് തന്നെയാണ് കിട്ടുക. അപ്പം ഇവിടെ ഈ രണ്ട് വേരിയബിൾസും ചേഞ്ച് ആവണത് വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ ആണ്. ഇവിടുത്തെ വേറെ വേരിയബിൾ ഏതാ? ടി ആണ്. അപ്പം ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ചെയിൻ റൂളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത്ര വരെയുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നല്ല ഈസിയാണ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വെൻ ആർ ഈക്വൽസ് 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഏരിയ ഓഫ് സർക്കിളിന് ഞാൻ എ വെച്ച് ഡിനോട്ട് ചെയ്യാണ് ആൻഡ് റേഡിയസ് ഓഫ് സർക്കിളിന് ആർ വെച്ച് ഡിനോട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ആർ അതെങ്ങനെ എഴുതുക? ഡി എ ബൈ ഡി ആർ. ഇതാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. വെൻ ആർ ഈക്വൽസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യുക? ആറിന് 5 സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏരിയ ഓഫ് സർക്കിളിൻ്റെ ഫോമുല എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഡി എ ബൈ ഡി ആർ കാണാം. ദാറ്റ്സ് ഈക്വൽ ടു ഡി ബൈ ഡി ആർ ഓഫ് എ എന്താണ്? എ ഇസ് പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇയാളിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ എന്താണ്? 2r ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2 പൈ ആർ എന്നാണ് കിട്ടിയത്. ഇനി ഇവിടെ നിങ്ങൾ ആറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 5 സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 പൈ ഇൻറ്റു 5 ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ദറ്റ് ഇസ് 10. അപ്പോൾ 10 പൈ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഡി എ ബൈ ഡി ആർ വെൻ ആർ ഈക്വൽസ് 5 സെൻറ്റിമീറ്റർ എത്രയാണ്? ദറ്റ് ഇസ് ഈക്വൽ ടു 10 പൈ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റിന് അരമാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താലും യൂണിറ്റ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ എഴുതും? ഇവിടെ നോക്കിയേ. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താ? ഇവിടെ നമ്മുടെ റേഡിയസ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി റേഡിയസിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടിയത് എന്താണ്? 10 പൈ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു നോളേജിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ലെവൽ കയറിയിട്ടുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുക. ദ വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഇൻക്രീസിംഗ് at the rate of 9 cubic centimeter per second. How fast is the surface area increasing when length of an edge is 10 centimeter? ഇതാണ് നമ്മുടെ ക്യൂബ്. ഇതിൻ്റെ വോളിയം എന്ത് ചെയ്യാണ്? ചേഞ്ച് ആവാണ്. ഓരോ സെക്കൻഡ് കഴിയും തോറും ഇതിൻ്റെ വോളിയം 9 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇൻക്രീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ജസ്റ്റ് നിങ്ങൾ ഈ യൂണിറ്റ് ഒന്ന് നോക്കിയാൽ മതി. വോളിയത്തിൻ്റെ യൂണിറ്റ് ആണ് ക്യൂബിക് സെൻറ്റിമീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് അല്ലേ? അപ്പോൾ ഇവിടെ റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഡി വി ബൈ ഡി ടി, ഇവിടെ വി എന്ന് പറയുന്നത് വോളിയം ആണ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്. ഇതാണ് നമ്മുടെ 9 ക്യൂബിക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യണ്ടേ? ഹൗ ഫാസ്റ്റ് ഇസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഇസ് 10 സെൻറ്റിമീറ്റർ. അപ്പം ഇതാണ് ഒരു എഡ്ജ് എന്ന് വിചാരിക്കുക. ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ എക്സ് 10 സെൻറ്റിമീറ്റർ ആവുമ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ, ഈ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഡി എസ് ബൈ ഡി ടി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വെൻ ദിസ് എഡ്ജ് എക്സ് എന്ന് പറയുന്നത് എത്രയാകുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെയാണ് ചോദ്യം.
അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ആവണത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. എത്ര ഫാസ്റ്റിലാണെന്നൊക്കെ പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമൊക്കെയാണ് ഇത്ര ബുദ്ധിമുട്ടൊക്കെ തോന്നാം കേട്ടോ, പിന്നെയൊക്കെ ശരിയായിട്ട് വന്നോളും, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള 2 ഫോർമുലാസ് ആണ് വോളിയം ഓഫ് എ ക്യൂബ് ആൻഡ് സർഫസ് ഏരിയ ഓഫ് ക്യൂബ്. ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വോളിയം ഓഫ് എ ക്യൂബ് എത്രയാണ്? വോളിയം ഓഫ് ക്യൂബ് ദാറ്റ് ഈസ് V ഈക്വൽസ് എക്സ് ക്യൂബ് അല്ലേ. ഒരു ക്യൂബിൻ്റെ സൈഡ് എക്സ് ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും? എക്സ് ക്യൂബ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് dV/dt ഈക്വൽസ് 9. അപ്പം ഇതിൽ നിന്നാണ് നിങ്ങൾ ഇത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിൽ ഈ ഒരു കാര്യമുണ്ട്, വോളിയം എന്ന് പറയുന്നത് എക്സ് ക്യൂബാണെന്ന് അറിയാം. അപ്പം എന്ത് ചെയ്യുക? ഇയാളിനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിയേ, ഈ വിയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സ് ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ d/dt ഓഫ് വി എന്താണ്? എക്സ് ക്യൂബാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? ചെയിൻ റൂൾ യൂസ് ചെയ്യണം. ഇവിടെ ടി ആണ്, ഇവിടെ എക്സ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയിൻ റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചാപ്റ്റർ 5 കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാപ്റ്റർ 5 നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ d/dt ഓഫ് എക്സ് ക്യൂബ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 3x² ആണ്. ഇൻറ്റു എന്ത് ചെയ്യണം? ഇയാളിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ dx/dt ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 9 ആണ്. ഇതിൽ നിന്ന് നമുക്ക് dx/dt കിട്ടും. അതെന്താ? dx/dt ഈക്വൽസ് 9/3x². ഈ 3x² ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3x² ആയി. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് dx/dt എത്ര കിട്ടി? 3/x² കിട്ടി. അപ്പോൾ ഇത് നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ds/dt കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് സർഫസ് ഏരിയയുടെ ഫോർമുല. സർഫസ് ഏരിയ ഓഫ് ക്യൂബ് അത് എത്രയാണ്? 6x² അല്ലേ. സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് 6x² ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇയാളിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ds/dt കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് എസ് എന്താണ്? 6x². ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇസ് എ കോൺസ്റ്റൻറ്റ്, അതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 6 ഇൻറ്റു d/dt ഓഫ് x². ഇതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ചെയിൻ റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറയുന്നത് 2x ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ dx/dt അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 6 ഇൻറ്റു 2 ദാറ്റ് ഇസ് 12. അപ്പോൾ 12x ഇൻറ്റു dx/dt എന്ന് കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യുക? നമുക്കറിയാം dx/dt എന്ന് പറയുന്നത് 3/x² ആണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 12x ഇൻറ്റു 3/x². അപ്പോൾ നമുക്കിവിടെ ഒന്ന് ക്യാൻസൽ ചെയ്യാം ഒരു എക്സ്. അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? 12 ഇൻറ്റു 3 ദാറ്റ് ഇസ് 36. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ds/dt. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ എക്സിന് 10 സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ds/dt മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഈ എക്സിന് 10 സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ds/dt അറ്റ് എക്സ് ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ അത് എത്രയാ? ദാറ്റ് ഇസ് ഈക്വൽ ടു 36 ബൈ ഈ എക്സിൻ്റെ പ്ലേസിൽ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.6 എന്ന് കിട്ടും. ഇനി അതിൻ്റെ യൂണിറ്റ് എഴുതാം. അപ്പോൾ സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ² ആണ്. പെർ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ds/dt അറ്റ് എക്സ് ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ എന്താണ്? 3.6 സെൻറ്റിമീറ്റർ² പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റോൺ ഇസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വൈറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 centimeter per second. At the instant when radius of circular wave is 10 centimeter,
ഹൗ ഫാസ്റ്റ് ഇസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. ഇപ്പം ഇവിടെ എന്താ പറയണത്, ഒരു ലേക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞ എന്ത് സംഭവിക്കും, ഇതിന് ചുറ്റും ഇങ്ങനെ സർക്കുലാർ ഷേപ്പിലാണ് വേവ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യുക അല്ലേ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ സർക്കുലാർ വേവ് ഓരോ സെക്കൻഡിലും 4 സെൻറ്റിമീറ്റർ സ്പീഡിലാണ് ട്രാവൽ ചെയ്യണത്. അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം 4 സെൻറ്റിമീറ്റർ ആണ് ഇൻക്രീസ് ആവണത്. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആവുമ്പോൾ, ഈ സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആവുമ്പോൾ ഈ സർക്കുലാർ വേവ് എത്രത്തോളം ഏരിയ എൻക്ലോസ് ചെയ്തു, എത്രത്തോളം ഏരിയ ഇത് കവർ ചെയ്തു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് dA/dt ആണ്. ഇവിടെ ഈ ഫാസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സർക്കുലാർ വേവ് എത്രത്തോളം വേഗത്തിലാണ് ഈ ഏരിയ കവർ ചെയ്യണത്. അപ്പോൾ വേഗം അങ്ങനെയൊക്കെ പറയണത് എന്തിനെയാണ്, ടൈമിനെയാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് dA/dt ആണ്. വെൻ ദിസ് റേഡിയസ് ഇസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ dA/dt വെൻ r ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ എന്താ, ദറ്റ് ഇസ് ഈക്വൽ ടു πr² ആണ്. അപ്പോൾ നമ്മുടെ വേവ്സ് സർക്കുലാർ മോഷനിലാണ് ട്രാവൽ ചെയ്യണത്. അതുകൊണ്ട് ഏരിയ ഓഫ് സർക്കിൾ എടുക്കുക, ദറ്റ് ഇസ് πr². അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, dA/dt കാണാം വെൻ r ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ d/dt ഓഫ് a എന്താണ്, πr² അല്ലേ. ദറ്റ് ഇസ് ഈക്വൽ ടു പൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പൈ ഇൻറ്റു d/dt ഓഫ് r², d/dt ഓഫ് r². ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ചെയിൻ റൂൾ യൂസ് ചെയ്യുക. ഇവിടെ t ആണ്, ഇവിടെ r ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയിൻ റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, പൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് r² ഇസ് 2r ഇൻറ്റു ഈ ആറിനെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ dr/dt. ഇനി നമുക്കറിയാം dr/dt എന്താ, 4 ആണ് അല്ലേ, 4 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ dr/dtൻ്റെ പ്ലേസിൽ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 4 വരും. ഇപ്പോൾ 4 ഇൻറ്റു 2 എത്രയാ, 8 ആണ്. ഇപ്പോൾ 8 πr എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് dA/dt കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, ഈ ആറിൻ്റെ പ്ലേസിൽ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 80 π എന്ന് കിട്ടും അല്ലേ. 8 ഇൻറ്റു 10 ദറ്റ് ഇസ് 80. അപ്പോൾ 80 π എന്നാണ് കിട്ടിയത്. ഇനി ജസ്റ്റ് ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് എഴുതാം. ഇപ്പോൾ ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, പെർ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 4th വൺ നോക്കാം. The length x of a rectangle is decreasing at the rate of 3 centimeter per minute and width y is increasing at the rate of 2 centimeter per minute. When x equals 10 centimeter and y equals 6 centimeter, find the rate of change of perimeter and area. ഇപ്പോൾ ഇവിടെ എന്താ പറയണത്, ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് x ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് y ആണ്. ഇപ്പം ലെങ്ത്തിൻ്റെ കേസിൽ ഓരോ മിനിറ്റ് കഴിയും തോറും ഈ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ചെറുതായിട്ടാണ് വരുന്നത്, ഡിക്രീസാണ് ആവുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും, സെക്കൻഡല്ല ഓരോ മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഓരോ മിനിറ്റിലും നമ്മുടെ ലെങ്ത്ത് എന്ത് ചെയ്യാണ്, 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ ചെറുതായി വരികയാണ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് dx/dt ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ടൈം ഇൻക്രീസ് ആവുമ്പോൾ ലെങ്ത്ത് ഡിക്രീസ് ആണ് ആവുന്നത്. അപ്പം ഇങ്ങനെ ഡിക്രീസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിവിടെ മൈനസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ dx/dt നമുക്ക് തന്നിട്ടുണ്ട്, ദറ്റ് ഇസ് -3 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ എഴുതാം dx/dt ദറ്റ് ഇസ് -3 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഇനി വിഡ്ത്തിൻ്റെ കേസിൽ എന്താ പറയണത്, ഓരോ മിനിറ്റ് കഴിയും തോറും വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ആണ് ആവുന്നത് അല്ലേ.
2 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് എന്താ ചെയ്യണത്? ഇൻക്രീസ് ആണ് ആവണത്. അപ്പോൾ dy/dt ഈസ് 2 സെൻറ്റിമീറ്റർ. ഇത് ഇൻക്രീസ് ആയ കാരണം ഇവിടെ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ dy/dt ഈസ് 2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആവുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിലും ഏരിയയിലും വരുന്ന ചേഞ്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ലെങ്ത്തും വിഡ്ത്തും വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഈ പെരിമീറ്ററും ഏരിയയും എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെയാണ് ചേഞ്ച് ആവുക. ഈ ലെങ്ത്തും വിഡ്ത്തും ടൈമിനനുസരിച്ചിട്ടാണ് ഇവിടെ ചേഞ്ച് ആവുന്നത്, നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയാലും പെരിമീറ്റർ ആയാലും വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെയാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് dp/dt-യും da/dt-യുമാണ്. വേർ പി എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്താ? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? dp/dt കാണാം, എന്നിട്ട് എക്സിന് 10 സെൻറ്റിമീറ്റർ ആൻഡ് വൈന് 6 സെൻറ്റിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ dp/dt when x equals 10 centimeter and y equals 6 centimeter. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ d/dt of p is 2 into x plus y അല്ലേ? അപ്പോൾ ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2 into d/dt of x plus y. ഇവിടെ ഡെറിവേറ്റീവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 into d/dt of x plus d/dt of y. അപ്പം ഇങ്ങനെ കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 2 into d/dt of x എന്താ? നമുക്കറിയാം, ദറ്റ് ഈസ് -3 അല്ലേ? പ്ലസ് d/dt of y എന്താ? 2 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2 into -3 plus 2 ദറ്റ് ഈസ് -1. അപ്പം നമുക്ക് -2 എന്നാണ് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ എക്സും വൈയും ഒന്നും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമായിരുന്നു. ഇവിടെ ഇങ്ങനെ എക്സും വൈ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയേനെ. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ടേം ഇല്ലാത്ത കാരണം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എഴുതാം. ഇപ്പോൾ പെരിമീറ്ററിൻ്റെ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ, പെർ ടൈമിൻ്റെ യൂണിറ്റാണ് സെക്കൻഡ്. ഇവിടെ നമുക്ക് ടൈമിൻ്റെ യൂണിറ്റ് മിനിറ്റ് ആയിരുന്നു, ഇപ്പോൾ സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്നാണ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏരിയൻ്റെ കേസ് നോക്കാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എക്സ് ഇൻറ്റു വൈ അല്ലേ? നമുക്ക് ഈ ഏരിയനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dA/dt ദറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ dx/dt എന്താ? അതാണ് നമ്മുടെ -3. ഇവിടെ ഒരു -3 ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു dy/dt ഈസ് 2. ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ വൈയുടെ പ്ലേസിൽ 6ഉം എക്സിൻ്റെ പ്ലേസിൽ 10ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ -3 ഇൻറ്റു വൈ ഇസ് 6 പ്ലസ് എക്സ് ഇസ് 10 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3 ഇൻറ്റു 6 ഇസ് 18. ഇപ്പോൾ 18 പ്ലസ് 20 ദറ്റ് ഇസ് 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ dA/dt വെൻ എക്സ് ഈക്വൽസ് 10 ആൻഡ് വൈ ഈക്വൽസ് 6 ഇസ് എന്താണ്? 2. ഏരിയയുടെ യൂണിറ്റ് ദറ്റ് ഇസ് സെൻറ്റിമീറ്റർ സ്ക്വയർ, പെർ ടൈമിൻ്റെ യൂണിറ്റ് ഇവിടെ മിനിറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ വരും മിനിറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ.